ശശി തരൂർ MP കോൺഗ്രസ് നേതാവ് CPIM-നെയും LDF സർക്കാരിനെയും സ്നേഹിക്കുകയാണോ? LDF സർക്കാരിനോടും CPIM-നോടും ആഭിമുഖ്യം പുലർത്തുകയാണോ? ആ രീതിയിലേക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണോ? പാർട്ടി ലൈനിൽ തന്നെ തുടരണം ശശി തരൂർ എന്ന് KPCC-യുടെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടും ഇപ്പോൾ ശശി തരൂർ MP കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ CPIM-നെയും അതേപോലെ തന്നെ LDF സർക്കാരിനെയും സ്നേഹിക്കുകയാണോ? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകളായ കാസർഗോഡ് പെരിയയിലെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മരണകൾക്ക് മുന്നിൽ ഒപ്പം നിൽക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് KPCC ഇന്ന് തയ്യാറാക്കിയ സാമൂഹ്യ മാധ്യമ കാർഡ് ആദ്യം ഫേസ്ബുക്കിൽ ഇട്ട ശശി തരൂർ MP അതിൽ നിന്ന് നരഭോജികളായ CPIM എന്ന പ്രയോഗം ഒഴിവാക്കിക്കൊണ്ട് കാർഡ് പുതുക്കി ഇടുകയാണ് ചെയ്തിരിക്കുന്നത്. വിനയരാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്താണ് സംഭവം? MS പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് KPCC ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഇതിൽ പ്രധാനമായും CPIM-നെ നരഭോജികളോട് ഉപമിച്ചുകൊണ്ടായിരുന്നു ഒരു പോസ്റ്റ് തയ്യാറാക്കിയത്. അതായിരുന്നു നേരത്തെ ശശി തരൂർ പങ്കുവെച്ചതെങ്കിൽ പിന്നീട് ആ പോസ്റ്റ് മുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് പുതിയ പോസ്റ്റാണ് ശശി തരൂർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. നേരത്തെ KPCC പങ്കുവെച്ച പോസ്റ്റിൽ CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം എന്നായിരുന്നു KPCC പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു നേരത്തെ ശശി തരൂർ പങ്കുവെച്ചതെങ്കിലും പിന്നീട് അത് മുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ശശി തരൂർ തന്നെ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു. അതിൽ പ്രധാനമായും CPIM-ന്റെ പേര് പരാമർശിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് എന്ന ക്യാപ്ഷനോടുകൂടിയായിരുന്നു പിന്നീട് ശശി തരൂർ ഒരു FB പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ CPIM-ന്റെ പേര് പരാമർശിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ അടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൽ തന്നെ തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കോൺഗ്രസിൽ തന്നെ നേരത്തെ ഈ പോസ്റ്റ് വന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലേഖന വിവാദത്തിൽ തന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ശശി തരൂരിനെ കോൺഗ്രസ് വിമർശിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അല്ലെങ്കിൽ CPIM-നെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത്. ശരി, വിനയരാജ്.